തൊഴിലാളികളായി റിക്രൂട്ട് ചെയ്തതല്ല, അവർ വോളണ്ടിയേഴ്സാണ്. അതിന് ഇൻസെൻറ്റീവ് മാത്രമേ നൽകാൻ പറ്റൂ എന്ന നിലപാടാണ് കേന്ദ്രത്തിനുള്ളത്. ആ നിലപാടുള്ളപ്പോൾ സംസ്ഥാന സർക്കാരിന് കഴിയാവുന്നത് സംസ്ഥാന സർക്കാർ ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ 7,000 രൂപ വരെ അവരുടെ ഹോണറേറിയം നൽകുന്നത് സംസ്ഥാന സർക്കാരോട് ചേർന്നിട്ടാണ്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെത് മാത്രമല്ല. പിന്നെ അവർ ചെയ്യുന്ന ഓരോ പ്രത്യേകതര ജോലിക്ക് ഇൻസെൻറ്റീവ് എന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. അത് ഭാരം കൂടുമ്പോൾ ആ ഭാരം കുറയ്ക്കണമെന്ന് അവർ പറയാറുണ്ട്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് CITU നേതൃത്വത്തിൽ ഞങ്ങൾ സമരം നടത്തിയിരുന്നു. ആശാ വർക്കേഴ്സിൻ്റെ മേൽ വലിയ ഭാരം വരുന്നു. അത് NHM ഡയറക്ടർ ഇടപെട്ട് ശരിയാണെന്ന് കണ്ട് അത് കുറച്ചു കൊടുക്കാമെന്ന് സമ്മതിച്ചു. ഇങ്ങനെയെല്ലാമാണ് ഈ സംഗതി. അപ്പോൾ ദേശീയ തലത്തിൽ NHM എംപ്ലോയീസ് ഫെഡറേഷൻ, അംഗനവാടി വർക്കേഴ്സ് ഫെഡറേഷൻ, ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ ഇവരെല്ലാം ചേർന്നിട്ട് ശക്തമായ സമരം ഡൽഹിയിൽ നടത്താൻ ആലോചിച്ചു വരികയാണ്. നിരവധി സമരം നടത്തിയിട്ട് വീണ്ടും സമരമല്ലാതെ വേറെ മാർഗമില്ല. കോടതി വഴി പോയിട്ടൊന്നും ഒരു രക്ഷയും കിട്ടുന്നില്ല. ഇന്ത്യ രാജ്യത്ത് കേരളത്തിൽ പരിഗണിക്കുന്നത് പോലെ ഈ വിഭാഗത്തെ മറ്റാരും പരിഗണിക്കുന്നുമില്ല. ഇതാണ് ഒരു സാഹചര്യം. പിന്നെ ഈ NHMൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നവർ ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ്. സാധാരണ ഒരു സമരം ചെയ്യുമ്പോൾ ആരോഗ്യ മേഖലയിൽ വളരെ കരുതലോടെയാണ് സമരം ചെയ്യുക. ആരോഗ്യ മേഖല എന്നാൽ മനുഷ്യൻ്റെ ജീവനവും ആരോഗ്യവുമായി ബന്ധപ്പെട്ടതാണ്. പൊതുപണിമുടക്കം വരുമ്പോൾ പോലും ആശുപത്രികൾ, പത്രങ്ങൾ, പാൽ വിതരണം ഇതിനെ ഒഴിവാക്കിയിട്ടാണ് ദേശീയ പണിമുടക്കവും സംസ്ഥാന പണിമുടക്കവും ഒക്കെ പ്രഖ്യാപിക്കുക. അപ്പോൾ ആരോഗ്യ മേഖലയിലെ പ്രവർത്തനം സ്തംഭിപ്പിക്കുന്ന ഒരു സമരത്തിലേക്ക് ഒരിക്കലും ട്രേഡ് യൂണിയനുകൾ പോകാറില്ല. ഈ സമരം ചെയ്യുന്ന ആളുകൾക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. അവർക്കത് അറിയുമെന്ന് തന്നെ എനിക്കറിയില്ല. അവരെന്തോ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി ആരോഗ്യ മേഖലയിലെ കണക്കെടുപ്പുകൾ, സർവേകൾ, ഇപ്പോൾ പുതുതായി കുഷ്ഠരോഗികളുടെ ഒരു സർവേ കേരളത്തിലാകെ നടത്തുന്നുണ്ട്. ജീവിതശൈലി രോഗങ്ങളെ സംബന്ധിച്ച് ഇതെല്ലാം കേന്ദ്രം ആവിഷ്കരിക്കുന്ന പദ്ധതിയാണ്. അതിനുള്ള ഇൻസെൻറ്റീവ് അവർ കൊടുക്കുന്നത്. ഇതെല്ലാം യഥാസമയം നമ്മൾ എടുത്തു കൊടുക്കുന്നില്ലെങ്കിൽ ആ രോഗനിർമ്മാർജ്ജനത്തിന് കേന്ദ്ര ഫണ്ട് നൽകുന്നത് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഇത്തരം ജോലികൾ അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെച്ച് ഇവർ പോകുന്നത് ഒരു ശരിയായ രീതിയല്ല. ഒരു ദിവസമോ 2 ദിവസമൊക്കെ ആണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും ന്യായീകരിക്കാം, സഹിക്കാം. അപ്പോൾ ഗവൺമെൻറ് ഇപ്പോൾ അവരോട് ജോലിക്ക് കാരണം എന്ന് പറഞ്ഞത് സമരം പൊളിക്കാനല്ല, ഇത്തരം ആരോഗ്യ മേഖലയിലെ മനുഷ്യൻ്റെ ജീവനുമായി ബന്ധപ്പെട്ട, ആരോഗ്യവുമായി ബന്ധപ്പെട്ട മേഖലയിലാകുമ്പോൾ ഒരു കരുതൽ വേണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. മറ്റൊരു തരവും ഞങ്ങളാരോടും ആലോചിച്ചിട്ടില്ല, ട്രേഡ് യൂണിയനുകൾ ആലോചിച്ചിട്ടില്ല. ഞങ്ങൾ കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ ഗവൺമെൻറ്റിനോട് പറഞ്ഞിട്ടുണ്ട്, എല്ലാ ട്രേഡ് യൂണിയനും ഒരു മീറ്റിംഗ് വിളിക്കണം, ഈ പ്രശ്നത്തിൽ ഒരു ചർച്ച നടത്തിയിട്ട് ഈ മേഖലയിൽ എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് ആലോചിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് അനുഭാവപൂർവ്വം പരിഗണിക്കാം എന്ന നിലയിൽ പറഞ്ഞിട്ടുണ്ട്. INTUC, AITUC, STU, CITU ഞങ്ങളെല്ലാം ഈ കാര്യത്തെക്കുറിച്ച് അനൗപചാരികമായി ആലോചിച്ചിരുന്നു. അപ്പോൾ ആലോചിച്ചപ്പോൾ നമുക്ക് ഗവൺമെൻറ്റുമായി സംസാരിക്കാനുള്ളത് ഗവൺമെൻറ്റുമായി സംസാരിക്കാം എന്നൊരു ധാരണയിലാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. ഞങ്ങൾ ഈ സമരത്തിൻ്റെ സ്വഭാവത്തെ എക്സ്പോസ് ചെയ്യുന്നത് അവിടെ സമരം ചെയ്യുന്ന തൊഴിലാളികളെ ഏതെങ്കിലും തരത്തിൽ തള്ളി പറയാനോ അവർക്ക് എന്തെങ്കിലും ആനുകൂല്യം കിട്ടുന്ന തടയാനോ അല്ല. ഇങ്ങനെയല്ല സമരം ചെയ്യേണ്ടത് എന്നവരെ ബോധ്യപ്പെടുത്താനാണ്. അവർക്ക് യോജിച്ച് നിന്ന് സമരം ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ കേരളത്തിൽ 23 ട്രേഡ് യൂണിയനുകളുടെ ഏകോപന സമിതിയുണ്ട്. ആ ഏകോപന സമിതിയിൽ വരുന്ന ഒരു കക്ഷിയാണ് ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നവർ. ഞങ്ങൾ ഒരാളോട് പോലും ഈ കാര്യം സംസാരിച്ചില്ല. ഇങ്ങനൊരു സമരത്തിന് ഞങ്ങൾ പോകുന്നുണ്ട്, നമുക്ക് കൂട്ടായി ചെയ്തൂടെ. ഒറ്റയ്ക്ക് എന്ത് നേടാനാണ് ഇവിടെ? 27,000-ഓളം ആശാ വർക്കർമാരിൽ ഏതാനും പേരാണ് ഈ സമരത്തിൽ വന്നിട്ടുള്ളത്. അവരെല്ലാം അവരുടെ സംഘടനാ പ്രവർത്തകരൊന്നുമല്ല. ഈ ജീവിത പ്രയാസം കൊണ്ട് ഏതെങ്കിലും വിധത്തിൽ എന്തെങ്കിലും ആനുകൂല്യം കിട്ടിയാൽ തിരക്കേടില്ല എന്ന് ആർക്കാ തോന്നാത്തത്? അങ്ങനെയൊക്കെ കുറച്ച് ആളുകൾ പോയിട്ടുണ്ടാവാം. അത്തരം ഒരു വിഭാഗീയ സമരം കൊണ്ട് ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിയില്ല. ഇതാണ് ഞങ്ങൾ എക്സ്പോസ് ചെയ്തത്. അല്ലാതെ അവരെ തള്ളി പറയാനോ അവരെ മോശക്കാരാക്കാനോ ഒരു ഉദ്ദേശവും ഞങ്ങൾക്കാർക്കുമില്ല. സമരത്തിൻ്റെ ഒരു നേതൃത്വം ഇത് പൊമ്പളൈ ഒരുമൈ സമരം സംഘടിപ്പിച്ച മാതൃക. അവിടെ ഒരു സംഘം ആളുകൾ ഇവരെ തെറ്റിദ്ധരിപ്പിച്ച് തമിഴ് വംശജരായ ആളുകളുടെ ഒരു കൂട്ടായ്മയൊക്കെ ഉണ്ടാക്കി. അങ്ങനെയാണ് അവിടെ ഒരു സമരത്തിലേക്ക് വന്നത്. സമരം വന്നപ്പോൾ വലിയ മീഡിയ അറ്റൻഷൻ കിട്ടി. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ആവേശത്തോടു കൂടി അങ്ങനെ നിന്നു. അന്ന് UDF ഗവൺമെൻറ്റാണ്. UDF ഗവൺമെൻറ്റായിട്ട് പോലും ഞങ്ങളാരും ആ സമരത്തിന് പിന്നാലെ പോയില്ല. UDFനെതിരായൊരു സമരം നടക്കട്ടെ. ഞാനും ചന്ദ്രശേഖരനുമൊക്കെ ഇടപെട്ടാണ് അന്ന് ഷിബു ബേബി ജോണുമായി സംസാരിച്ച് ആ പ്രശ്നത്തിനൊരു ഒത്തുതീർപ്പ് ഉണ്ടാക്കാൻ മുൻകൈയെടുത്തത്.
അതുപോലെ ഇതും ഏതോ ഒരു ഈർക്കിൾ സംഘടന, അവർക്ക് ഒറ്റക്ക് അവരുടെ സംഘടനാ ശക്തി കൊണ്ടൊന്നല്ല ഇത് സംഭവിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ ആരോ ഉണ്ടാവാം. പിന്നെ നല്ല മീഡിയ അറ്റൻഷൻ കിട്ടിയപ്പോൾ അവർക്കൊരു ഹരമായി. പിന്നെ മഹിളാ കോൺഗ്രസ് വന്ന് മന്ത്രിയുടെ ഓഫീസ് വീട്ടിലേക്ക് തള്ളിക്കയറുന്നു, എല്ലാ ദിവസവും വാർത്ത വരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റി എന്നുള്ളൊരു ആവേശത്തിലായിരിക്കാം അവർ കണ്ടിന്യൂ ചെയ്യുന്നത്. അതല്ലാതെ തൊഴിലാളികളുടെ പ്രശ്നം പരിഹരിക്കാൻ ഈ വിധത്തിലല്ല.